കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം അവസാന ഭാഗം. നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിൻ്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. രാജാവ് ദാനിയേലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദാനിയേൽ അപ്പോൾ കിടക്കുന്നത് സിംഹങ്ങളുടെ ഗുഹയിലാണ്. സിംഹങ്ങളുടെ ഗുഹയിൽ കിടക്കുവാനുള്ള കാരണം സകലത്തിൻ്റെ ഉടയവനായ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നതാണ് ദാനിയേലിൽ കണ്ടതായിരിക്കുന്ന തെറ്റ്. ദാനിയേലിൻ്റെ ഉയർച്ച കണ്ട അസൂയ പൂണ്ട ആളുകൾ ദാനിയേലിനെ ഏത് രീതിയിലും തകർക്കുവാൻ പദ്ധതിയിട്ടു. അവനെ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ അവർക്കൊരു കാര്യം പിടികിട്ടി. ദാനിയേലിൻ്റെ ഉയർച്ചയുടെ പിന്നിലെ രഹസ്യം നിരന്തരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അതിനെ തടയുവാൻ അവർ കണ്ടെത്തിയത് രാജാവിനെ സ്വാധീനിച്ചിട്ട് പറഞ്ഞു, രാജാവേ, 30 ദിവസത്തേക്ക് നിന്നെയല്ലാതെ മറ്റാരെയും വിളിച്ച് ഈ ബാബിലോൺ സാമ്രാജ്യത്തിൽ ആരും പ്രാർത്ഥിക്കാൻ പാടില്ല. രാജാവ് ദാനിയേലിനെ സ്നേഹിച്ച മനുഷ്യനായിരുന്നുവെങ്കിലും ഇവരുടെ കെണികൾ രാജാവിന് പിടികിട്ടിയില്ല. രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. ഈ കൽപ്പന പുറപ്പെടുവിച്ചപ്പോഴും ദാനിയേൽ ദൈവപാദപീഠത്തിൽ വിനയപ്പെട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ദാനിയേൽ രാജാവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു. ദാനിയേലിനെ പിടിച്ച സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. രാജകൊട്ടാരത്തിൽ മണിയറയിൽ കിടന്ന രാജാവിന് കിടന്നിട്ട് ഉറക്കം വരാതെ മണിയറയിലൂടെ ഉലാവിക്കൊണ്ടിരുന്നു. എന്നാൽ ദൈവഭക്തനായിരിക്കുന്ന ദാനിയേൽ സിംഹങ്ങളുടെ കൂട്ടി തള്ളപ്പെട്ടുവെങ്കിലും അവിടെ സുഖകരമായി ഉറക്കം ദൈവം കൊടുത്തു. നന്നേ പ്രഭാതത്തിൽ രാജാവ് എഴുന്നേറ്റ് ഗുഹയുടെ കവാടത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്, നീ ഇടപെടാതെ സേവിക്കുന്ന ദൈവം. അപ്പോൾ ദാനിയേൽ ഇടപെടാതെ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? ദാനിയേൽ മറുപടി കൊടുക്കുന്നുണ്ട്. രാജാവിനൊരു നമസ്കാരമൊക്കെ കൊടുത്തിട്ട് പറയുകയാണ്. പ്രകാരമാണ് വെളിപ്പെടുത്തുന്നത്. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സോടിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ചവയുടെ വായ് അടച്ച് കളഞ്ഞു. ദൈവത്തെ ഇടപെടാതെ സേവിക്കുന്ന തൻ്റെ ഭക്തൻ ശത്രുവിൻ്റെ കെണിയിൽ അകപ്പെട്ടാലും അത് ദോഷകരമായി തീരാതെ വണ്ണം അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവം അവനോട് കൂടെയുണ്ട്. അതാണ് ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3:18 ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തെ സേവിക്കാത്തവരും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുക. ഇവിടെ ദൈവത്തെ സേവിക്കുന്ന ദൈവഭക്തൻ സിംഹഗുഹയിൽ വീണിട്ടും സിംഹങ്ങൾക്ക് അവനെ തൊടുവാൻ കഴിയാതെ വണ്ണം ഉയരത്തിലെ ഉന്നതനായ ദൈവം തൻ്റെ ദൂതനെ ഇറക്കി സിംഹങ്ങളുടെ വായടച്ച് തൻ്റെ ഭക്തനെ സൂക്ഷിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ പകൽക്കാലം, ഈ കാലഘട്ടങ്ങളിൽ നീ ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ശത്രുവിൻ്റെ ആയുധങ്ങൾ നിനക്ക് ഫലിക്കുകയില്ല. അവൻ്റെ തന്ത്രങ്ങൾ നിൻ്റെ മേൽ ജയമെടുക്കുകയില്ല. അവൻ്റെ ഉപായങ്ങൾ നിൻ്റെ മേൽ അധികാരമെടുക്കുകയില്ല. കാരണം നീ സേവിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്ന ദൈവമത്രേ. എന്നാൽ ദൈവത്തെ സേവിക്കാത്തവർ, അല്ലെങ്കിൽ ദാനിയേലിനെ കെണിയിൽ പെടുത്തിയവർ, അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവരെയെല്ലാം പിടിച്ച് അവർക്കുള്ളതിനെയും അവരുടെ തലമുറയും പിടിച്ച് ദാനിയേലിനെ ഇട്ട അതേ ഗുഹയിലേക്ക് തള്ളിക്കളഞ്ഞു. അവർ ഗുഹയുടെ അടിത്തട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ സിംഹങ്ങൾ അവരെ കയറിപ്പിടിച്ച് അവരെ കീറിക്കളഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ സേവിക്കുന്നവൻ ആ ഗുഹയിൽ വീണിട്ട്
സിംഹത്തിന് തൊടുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. ദൈവത്തെ സേവിക്കാത്തവർ ഗുഹയുടെ അടിത്തട്ടിലെത്തുന്നതിന് മുമ്പ് സിംഹം കയറി പിടിച്ച് കീറിക്കളയുവാൻ ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവത്തെ സേവിച്ച് മുന്നേറുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമത്രേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.